കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. നമുക്ക് ആദ്യം തന്നെ ആ വിഘ്നേശ്വരനെ തൊഴുത് പോരാം. കിഴക്കേ നടയിലുള്ള വിഘ്നേശ്വരനെ തൊഴുതു ഇനി നേരെ അമ്പലത്തിലേക്ക് കിടക്കാം. അങ്ങനെ ആരാണ് ഇന്നത്തെ രൂപം, എന്താണ്, ആരാണ് കളഭാലങ്കാരം ചെയ്തത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ആ ജിജ്ഞാസയോടെ നമ്മൾ ഗോപുരത്തിലേക്ക് അങ്ങോട്ട് കയറി. അങ്ങനെ ആ വാതിൽപ്പടിയുടെ അവിടെ എത്തി. വാതിൽപ്പടിയുടെ അവിടെ നിന്ന് നോക്കുമ്പോൾ ആ ഉള്ളിലെ പ്രകാശം, ശ്രീലകത്തെ പ്രകാശം ഇങ്ങനെ കാണുകയാണ്. ആ കാണുന്ന കാഴ്ച ഒരു മനോഹരം തന്നെയാണ്. അങ്ങനെ ആ മേൽപ്പത്തൂരിൻ്റെ അവിടേക്ക് നോക്കിയിട്ടൊന്ന് മനസ്സാ സ്മരിച്ചു. ആ മേൽപ്പത്തൂർ അവിടെ ഇരിക്കുന്നുണ്ട്, അവിടെ ഇരുന്ന് എഴുതി എന്നുള്ള ഒരു ചിന്ത നമുക്കും ഉണ്ടായാൽ നല്ലതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഈ വലത്തെ സൈഡിൽ ആ തൂണ്, നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത ആ തൂണൊന്ന് തൊട്ട് തൊഴുതു. അങ്ങനെ നേരെ നമ്മൾ വലത്തെ സൈഡിലൂടെ ഇങ്ങനെ അകത്തേക്ക് ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ ആ ശ്രീലകത്ത് ഇങ്ങനെ രണ്ട് കാൽപാദങ്ങളാണ് കാണുന്നത്. ആ കാൽപാദങ്ങൾ, ആ കാൽവെള്ളകൾ ഇട്ടിട്ട് ഇങ്ങനെ ഉള്ള ആ ഒരു ചുവന്ന പട്ട് ഞൊറിഞ്ഞെടുത്ത് അരയിൽ കിങ്ങിണിയൊക്കെ ചാർത്തി ഇങ്ങനെ താഴത്തുനിന്ന് നമ്മളിങ്ങനെ മുകളിലോട്ട് നോക്കുമ്പോൾ അങ്ങനെ കണ്ട് വരുമ്പോൾ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ രൂപം ഇങ്ങനെ തെളിയാണ് ഓരോന്നോരോന്നായിട്ട്. അങ്ങനെ ആ മാറിൽ അത് ആ ഒരു നല്ലൊരു മാല കാണാനുണ്ട്. സ്വർണത്തിൻ്റെ മാല തന്നെയാണ്. പിന്നെ ഒരു കുടുക്കി കെട്ടി പോലത്തെ ഒരു മാലയും ഒരു മാങ്ങാമാലയും. അങ്ങനെ പിന്നെ പൊന്നിൻ്റെ ഗോപി ഉണ്ട്, ഗോപി തിലകം ചാർത്തിയിട്ടുണ്ട്. കൈകളിൽ കൈവളകളുണ്ട്, തോൾവളകളുണ്ട്, അതുപോലെ ചെവിപ്പൂക്കളുണ്ട്. 4 തൃക്കൈകളോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ആ ശ്രീലകത്തെ രൂപം. ശ്രീലകത്തുള്ള ആ ദേവന്മാർ പൂജിക്കുന്ന ആ വിഗ്രഹം തന്നെയാണ്. ആ വിഗ്രഹത്തിൻ്റെ മുകളിൽ ഇന്ന് ചാർത്തിയതും അതുപോലുള്ള ചതുർബാഹുവായ നാരായണ സ്വരൂപത്തെയാണ്. വളരെ രസമായിട്ട് നല്ല സന്തോഷമായിട്ടുള്ള ആ ഒരു കാഴ്ചയാണ്. എല്ലാ ഭാഗവും ഒത്തിണങ്ങിയിട്ടുള്ള ചതുർബാഹുവായ ആ ഒരു ദിവ്യ സ്വരൂപത്തെ കണ്ടു തൊഴുക എന്ന് പറഞ്ഞാൽ തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിമിഷമാണ്, പുണ്യ നിമിഷമാണ്. അപ്പോൾ ഇന്ന് എല്ലാവരും ആ ശ്രീലകത്തേക്ക് നോക്കിക്കോളൂ. ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, നാരായണ വിഗ്രഹത്തിൽ ചതുർബാഹുവായിട്ട് തന്നെ ശംഖ് ചക്ര ഗദാപത്മത്തോടു കൂടി, ശംഖും ചക്രമൊക്കെ ആ സ്വർണത്തിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഗദ ഈ കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. അതുപോലെ ഒരു താമരപ്പൂവ് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടുള്ളൊരു ഇതാണ്, നല്ലൊരു കാഴ്ചയാണ് ഇന്നത്തെ. അപ്പോൾ ഇന്ന് പഞ്ചഗവ്യാടലും ഉച്ചപൂജയും കളഭാലങ്കാരും ഒക്കെ നമ്മുടെ മുൻ മേൽശാന്തി പൊട്ടക്കുഴി ശ്രീനാഥ് ഓദിക്കനാണ്. അപ്പോൾ വളരെ കേമായിട്ടാണ് ചതുർബാഹുവായ വിഗ്രഹമൊക്കെ ചാർത്തിയിട്ടുള്ളത്. കളഭം കൊണ്ടുള്ള അലങ്കാരവും മനോഹരം. അദ്ദേഹം ചാർത്തുമ്പോൾ തന്നെ എല്ലാം മനോഹരമായിട്ടുണ്ടാവും. നല്ലൊരു കാഴ്ച തന്നെയാണ്. അതുപോലെ ആ ഒരു താമരപ്പൂവും തുളസിപ്പൂവായിട്ടുള്ള വലിയ മാല ഉണ്ട് കഴുത്തിലിങ്ങനെ, വലിയ മാല. അതുപോലെ 2 മാലകളുണ്ട്. അതുപോലെ തിരുമുടി മാലകളുണ്ട് 2 എണ്ണം. പിന്നെ വിധാനമായിട്ടൊരു 4 തുളസി മാലയും പങ്കപ്പാടങ്ങനെ ചാർത്തിയിട്ടുണ്ട്. മൊത്തത്തിൽ ആകെ തിളങ്ങാണ് ശ്രീകോവിലകം. പൊൻവിളക്കിൻ്റെ പ്രഭയിലും പൊന്നിൻ്റെ ഗോപിയും എന്താ പറയുക, മാലയുടെയൊക്കെ പ്രഭയിലിങ്ങനെ നമ്മളെ നാരായണ വിഗ്രഹത്തിലെ നാരായണൻ നമ്മളെ ഭക്തരെ എല്ലാവരും അനുഗ്രഹിക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എല്ലാവരും വരുന്ന ആ ഭക്തരെ മുഴുവൻ അനുഗ്രഹിക്കാനായിട്ട്, അവരുടെ കഷ്ടതകൾ കേൾക്കാനും എല്ലാറ്റിനും പരിഹാരം കാണാനുമായിട്ട് ആ പുരുഷോത്തമ സ്വരൂപം കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ കണ്ടു വണങ്ങാം. നാരായണ 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 എന്നിങ്ങനെ ജപിച്ച് ആ ഒരു കാഴ്ച മനസ്സിലെപ്പോഴും നിലനിർത്തി തരണേ, എന്നും എനിക്കിവിടെ എത്താൻ കഴിയണേ എന്നുള്ള ആ ഒരു ഒറ്റ പ്രതീക്ഷ മാത്രം മതി നമുക്ക് ജീവിക്കാനേ. അപ്പോൾ അങ്ങനെ എല്ലാവരും തൊഴുതോളൂ കേട്ടോ. അങ്ങനെ ഇനി നമ്മൾ തൊഴുത് ഇറങ്ങുകയാണ്. ഇനി ഇങ്ങനെ ഇറങ്ങി അഗ്നികോടിലൊക്കെ നോക്കി, സപ്തമാതാക്കളെയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ
ആ വിഘ്നേശ്വരൻ്റെ അടുത്ത് എത്തി. വിഘ്നേശ്വരൻ്റെ അടുത്ത് ചെന്ന് തൊഴാം. വിഘ്നേശ്വരനും അതാ നല്ല അലങ്കാരത്തോടു കൂടിയിട്ടാണ്. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ സരസ്വതി ദേവിയുടെ അടുത്ത് നോക്കിയിട്ട് സരസ്വതി ദേവിയോടും പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് നമ്മൾ ആ ചന്ദന അരയ്ക്കണോടത്തേക്കൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങായി ഓരോ തൂണുമ്മിലും ഓരോ വിഗ്രഹങ്ങൾ. അങ്ങനെ വിഘ്നേശ്വരൻ്റെ രൂപമുണ്ട്. അങ്ങനെ എല്ലാവരുടെയും രൂപങ്ങൾ, ദശാവതാര രൂപങ്ങൾ മുഴുവൻ കൊത്തിവെച്ചിട്ടുള്ള ആ കല്ലുകൾ ഓരോന്നും നമ്മൾ കണ്ടിങ്ങനെ പോരുകയാണ്. അങ്ങനെ മേൽശാന്തിര അവിടുന്ന് ശ്രീനാഥ് ഓദിക്കൻ കളമൊക്കെ വാങ്ങാം. അവിടുന്ന് കളമൊക്കെ വാങ്ങി തൊട്ട് ഇനി സാഷ്ടാംഗം പ്രണമിക്കാം. ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീകോവിലിൻ്റെ പിൻഭാഗത്തായിട്ട് നമസ്കരിച്ച് ഇനി തിരിച്ച് നീച്ച് വരുമ്പോൾ അനന്തപത്മനാഭസ്വാമി നന്നായിട്ടുള്ള അലങ്കാരമായിട്ട് അത് ആ പൂക്കളോട് കൂടിയ നന്നായിട്ട് അലങ്കരിക്കപ്പെട്ടിരിക്കണം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് അവിടെയൊക്കെ ഒന്ന് തൊഴുത് നേരെ ഇങ്ങനെ പോരുമ്പോൾ കൃഷ്ണനെയും ബലരാമനെയും ഒക്കെ കണ്ട് ആ മുരുകനെയും അതുപോലെ ഹനുമാൻ സ്വാമീനെയൊക്കെ കണ്ട് തൊഴുത് നേരെ ഇങ്ങനെ പോരാ. അങ്ങനെ പോന്ന് നേരെ ഇങ്ങനെ പോരാ. അങ്ങനെ പോന്ന് ഓവിൻ്റെ അവിടെ എത്തിയിട്ട് ഓവിൻ്റെ അവിടെ നിന്നും പ്രാർത്ഥിക്കാം. ഇനി കൽപ്പകവൃക്ഷച്ചോട്ടിലുള്ള നമ്മുടെ താമരക്കണ്ണനെ കണ്ട് തൊഴാം. താമരക്കണ്ണനെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് ആ മണിക്കിണറൊക്കെ നോക്കാം. അങ്ങനെ നമ്മളെ ആ കൃഷ്ണൻ്റെ നൃത്തറയിലേക്ക് നോക്കുക. നൃത്തറയിലേക്ക് നോക്കിയിട്ട് തൊഴുക. അപ്പോൾ കണ്ണൻ അവിടെ നൃത്തം ചെയ്യുന്നതായിട്ടുള്ള ആ സങ്കല്പത്തിൽ നമ്മൾ നോക്കി അവിടെ ഉണ്ട് തന്നെയാണ്. അങ്ങനെ കണ്ട് തൊഴുത് ഇനി നേരെ പുറത്തേക്ക് വരാം. ആ വടക്കേ നടയിലൂടെ നേരെ ഇങ്ങനെ പുറത്തേക്ക് പോരാ. അങ്ങനെ പോരുമ്പോൾ പ്രസാദമൊക്കെ വാങ്ങാം. ഇനി എടത്തരികത്ത് കാവിൽ അമ്മേനെ കണ്ട് തൊഴാം. അപ്പം എല്ലാവരും പോരും. അങ്ങനെ എടത്തരികത്ത് കാവിൽ അമ്മയുടെ അടുത്ത് എത്തിയിട്ട് തൊഴുക. അവിടെയും അതാ സർവ ആഭരണ വിഭൂഷിതയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അമ്മ നമ്മളെ അനുഗ്രഹിക്കാനായിട്ടേ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അവിടെ തൊഴുത് നമ്മൾ കുറച്ചും കൂടി ഇങ്ങോട്ട് പോകുന്ന സൈഡിൽ വന്നാൽ മമ്മിയൂരപ്പൻ്റെ ഫോട്ടോ കാണാം. അങ്ങോട്ട് നോക്കിയിട്ട് തൊഴുക. മമ്മിയൂരപ്പ കാത്തോളണേ എന്ന് പറഞ്ഞിട്ട് തൊഴുത് നമ്മളിങ്ങനെ തിരിഞ്ഞിങ്ങനെ പോരുമ്പോൾ ആ കൊടിമരം കാണാം. അപ്പോൾ ഇനി നമുക്ക് ഒന്നും കൂടി അവിടെ പോയാൽ നേരെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ചതുർബാഹുവായ നാരായണ സ്വരൂപത്തെ ഒന്നുകൂടി കണ്ടാൽ നമുക്ക് അധികമാവില്ലല്ലോ, എത്ര കണ്ടാലും മതി വരില്ല. അപ്പോൾ ഒന്നുകൂടി നോക്കിയാൽ ഒന്ന് എത്തി നോക്കിയാലേ കാണാൻ പറ്റിയാലോ എന്ന് വെച്ചിട്ട് നോക്കുമ്പോൾ ഒന്നും കൂടി കാണാം. അങ്ങനെ കണ്ട് നമ്മൾ ഇനി കൂത്തമ്പലത്തിൻ്റെ അവിടെ എത്തി. അത് കഴിഞ്ഞ് അവിടെ തൊഴുത് ഇനി അയ്യപ്പസ്വാമിയുടെ അവിടെ വന്ന് അയ്യപ്പൻ്റെ അവിടെ വന്ന് നല്ല സ്വാമിമാരൊക്കെ മാലയിടുന്ന സമയമാണ്. അപ്പോൾ അതൊക്കെ കെട്ട് നിറയുമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും സ്വാമീനെ കണ്ട് തൊഴാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ പ്രാർത്ഥിച്ച് ഒന്ന് പ്രദക്ഷിണമായിട്ട് നമ്മൾ പടിഞ്ഞാറ നടയിലേക്ക് എത്തുക. പടിഞ്ഞാറ നടയിൽ നിന്ന് ആ ദീപസ്തംഭത്തിലെ കൃഷ്ണനെയും ആ കൊടിമരത്തിലെ കൃഷ്ണനെയൊക്കെ കണ്ട് തൊഴുക. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. അപ്പം എല്ലാവരും ഒന്ന് ആ ഉച്ചപൂജ കളഭാലങ്കാരം കണ്ടു തൊഴുതു കേട്ടോ. എൻ്റെ കൂടെ വന്നിട്ട് എല്ലാവരും തൊഴുതു. അത് മനസ്സിലേക്ക് അങ്ങോട്ട് വിചാരിച്ച അവിടെ എത്തി, മനസ്സവിടെ എത്തി. ആ ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം കണ്ടു. ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ള ചിന്തയിൽ എല്ലാവർക്കും ഹരേ കൃഷ്ണ. ഇത് പറ്റാവുന്നവരൊക്കെ ഷെയർ ചെയ്യാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.